ഗൈസ്, അപ്പം എൻ്റെ തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ഉണ്ടായാലോ. അതും തന്നെ ഒരു കയർത്താമസ വീടുണ്ടായിരുന്നു. കയർത്താമസം ശനിയാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ചെന്നിച്ചിട്ട് പണിത്തിരക്കുള്ള കാരണം ഞങ്ങൾക്ക് ശനിയാഴ്ച പോകാൻ പറ്റില്ല. ഞായറാഴ്ച ആയിട്ടോ പോയത്. മേലത്തെ വീട്ടിൽ ഡോറും ജനലും ഒക്കെ എൻ്റെ അച്ഛനാട്ടോ ചെയ്തത്. പിന്നെ താഴെ തറവാട്ടി കുറേ പട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ പിള്ളേർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ടോ. അതേപടി ഒത്തിരി പട്ടികളുണ്ടായിരുന്നു, പക്ഷേ എല്ലാം അഗ്രസീവ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ കാണുമ്പോൾ കൂട് പൊളിച്ച് വരുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് പോയില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 2 റോസിൻ്റെ കമ്പും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ അനിയത്തിക്ക് എന്നെ ഇത്രയും സന്തോഷമെന്നറിയാവോ. ഞങ്ങളൊരു വീട്ടിൽ സീലിംഗ് വർക്ക് നോക്കാൻ പോയതാട്ടോ. അപ്പോൾ ആ വീട്ടിൽ ചാമ്പയ്ക്ക ഗൈസ്. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ ചാമ്പയ്ക്ക. ഒരു പഴഞ്ചൊല്ലില്ലേ, നമ്മൾ എന്താ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നോ അത് കിട്ടുമെന്ന്. അത് സത്യമാട്ടോ. എൻ്റെ അനിയത്തി രാവിലെ ചോദിച്ചു, അമ്മ എനിക്ക് ചാമ്പയ്ക്ക വാങ്ങിച്ചു തരുമെന്ന്. ഞങ്ങളുടെ അവിടെ കിട്ടും എങ്കിലും ഭയങ്കര പാടാട്ടോ കിട്ടാൻ. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും അവിടെ പോയപ്പോൾ അവൾക്ക് കിട്ടി. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായിരുന്നേ. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇടവപ്പള്ളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ പീറ്റി അംഗമായത് കാരണം പ്രത്യേകിച്ച് കാർഡൊക്കെ കൊടുത്ത് ഇൻവിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പള്ളിയിലൊക്കെ പോയി നേർച്ചയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, വാലൻറ്റൈൻസ് ഡേക്ക് അച്ഛൻ എന്നെ ഗിഫ്റ്റ് കൊടുത്തതെന്ന് കമൻറ്റ് ചെയ്യാൻ. അതിലൊരാൾ ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കറക്റ്റായിരുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിലച്ഛനെ കാണാൻ പോയിട്ടോ. പള്ളിയിലച്ഛനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഓടിയത് കടയിലേക്കാണ്. കടയ്ക്ക് പോയി കുറച്ച് വളയൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ, ഡാൻസിന് വേണ്ടി. വളയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എന്നാ വാങ്ങണമെന്ന് കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം അവിടെ കുറേ സാധനങ്ങൾ കാണുമല്ലോ പിള്ളേരെ മയക്കൻ. അതുവഴി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ 2 സാധനമാണ് ഞാൻ എടുത്തത്, ബബിൾ ഷൂട്ടറും ബിൽഡിംഗ് ബ്ലോക്സും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിന്നാനുള്ള സാധനം എല്ലാം വാങ്ങാൻ പോയി കേസ്. ഞാനാണെങ്കിൽ ഒരു സോൻപപ്പടി എടുത്തു. അപ്പോൾ അവിടെ ഒരു പാൽക്കോവ അമ്മ പറഞ്ഞു എടുക്കണ്ടത്. ഞാൻ എടുത്തു, ഇതിനകത്തിട്ട് വയസ്സ്. പിന്നെ ഓടടാ ഓട്ടം. എന്തിനാന്നല്ലേ ആ മുട്ടായെല്ലാം ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ പിള്ളേർക്ക് മുട്ടായോട് ഭയങ്കര ഇഷ്ടമല്ലേ. എത്ര കിട്ടിയാലും മതിയാവത്തില്ലല്ലോ മുട്ടായി. അങ്ങനെ ഞങ്ങൾ മുട്ടായെല്ലാം കഴിച്ച് തീർത്തില്ല. ഇപ്പോഴും ആ മുട്ടായി ഇനി ബാലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയേ. കാരണം വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി ഇടാനുണ്ടായിരുന്നു. കാരണം മോഹിനിയാട്ടമല്ലേ, മോഹിനിയാട്ടത്തിൽ അലത്തെ ഇട്ടാൽ ഡ്രസ്സിൽ പറ്റും. കാരണം അലത്തെ വേർക്കുമ്പം അതിങ്ങനെ ഒഴിച്ചു പോകും. അത് കാരണം പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് 1:30 ചെല്ലാൻ പറഞ്ഞ് ഞാൻ 3:30 ചെല്ലുന്നത്. ഭയങ്കര ക്രിസ്ത്യനിഷ്ടക്കാരിയാണ്. അവിടെ പോയി ഒരുങ്ങിയൊക്കെ ചെയ്തു. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ മൈ ജീവനാണ് ഗായ്സ്. എന്നാന്ന് വെച്ചാൽ പാടുന്ന വായും ആടുന്ന കാലും, അങ്ങനെ പറഞ്ഞൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ തന്നെ കേട്ടോ. എവിടെ പോയാലും ഒരു പാട്ട് എൻ്റെ കാല് അനങ്ങാതിരിക്കത്തില്ല ഗൈസ്. കാരണം തക്കിട തിരിക്കട കളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി കമൻറ്റ് ചെയ്യണേ. പിന്നെ ഏന്തമ്പലത്തിലാണ് പോകുന്നത് പറഞ്ഞില്ലല്ലോ ഞാൻ. 2 മൈൽ നൂലാമ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം, അവിടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇറങ്ങി കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് 1 മൈൽ, അമ്പലം 2 മൈൽ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. അമ്പലത്തിൽ എത്തിയപ്പോൾ നല്ല ഡെക്കറേഷൻസ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നല്ല മഹാദേവൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞങ്ങളോർത്ത് ഒത്തിരി ആൾക്കാർ കാണത്തില്ല, മേളിൽ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷെ നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടോട്ടൽ 22 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലെനിക്ക് 2 പ്രോഗ്രാമായിരുന്നു. 3-ാമത്തെ ഒന്നും 14-ാമത്തെ ഒന്നും. തോഴ് പോയപ്പോഴൊക്കെ അറിയുന്ന ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായിരുന്നു. ഞങ്ങൾ ഓർത്ത് ആൾക്കാരൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയ ഫ്രണ്ടിലത്തെ സീറ്റ് പിടിക്കാൻ ഓർത്തുകൊണ്ടൊക്കെ പോയപ്പോഴറിയുന്ന എല്ലാവരും ആദ്യം തന്നെ വന്ന് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കുക. അത്രയ്ക്കും തിരക്കാ ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളില്ലെങ്കിൽ ഫ്രണ്ടിലായിരുന്നേ. ഞങ്ങൾക്ക് സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പടുത വിരിച്ചു തന്നു. പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു ഗൈസ്, ലൈറ്റ്. കുഴപ്പമില്ല. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.